ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാത്രി ഭക്ഷണം കഴിച്ച് ഇന്ദുവിനൊപ്പം അടുക്കള ഒതുക്കി റൂമിലേക്ക് പോകുമ്പോഴാണ് ആരു സ്വീകരണ മുറിയിലെ സെറ്റിയിൽ നിന്ന് ഫയൽ നോക്കുന്ന സൂര്യയെ കണ്ടത്. അച്ഛാ, ഓഫീസിൽ നിന്ന് അച്ഛന് തരുവാൻ കൊണ്ടുവന്ന ഫയല് ഞാൻ എടുത്തോണ്ട് വരട്ടെ? ആര് സൂര്യക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇപ്പൊ വേണ്ട മോളെ, നാളെ മതി. ഇതിൻ്റെ ഇടയിലെങ്ങാനും പെട്ടുപോയാ നാളെ പിന്നെ അതൊരു പണിയാകും. സെറ്റിയിൽ വെച്ച് കുറേയധികം ഫയലുകൾ നോക്കിക്കൊണ്ട് ചിരിയോടെ സൂര്യ പറഞ്ഞു. ഇത് കുറേ ഉണ്ടല്ലോ അച്ഛാ, ഇതൊക്കെ നാളേക്ക് തന്നെ തീർക്കേണ്ടതാണോ? സെറ്റിയിലുള്ള ഫയൽ നോക്കി ആര് ചോദിച്ചതും സൂര്യ അതേ എന്നുള്ള രീതിയിൽ മൂളി. സൂര്യയെ സഹായിക്കാൻ ആരും കൂടി. അച്ഛാ, കമ്പിയും മണലും വാങ്ങാനാണോ 30 ലക്ഷം കൊടുത്തിരിക്കുന്നത്? ഫയലിലുള്ള കണക്ക് കണ്ട് ആര് കണ്ണു തള്ളിക്കൊണ്ട് ചോദിച്ചു. ആ, നല്ല ക്വാളിറ്റിയുള്ള സാധന നമ്മുടെ കമ്പനി ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ യൂസ് ചെയ്യുന്നത്. എന്നാലച്ചാ ഇത്രയൊക്കെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണോ? ഇങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് നഷ്ടമല്ല അച്ഛാ. ശരിക്കിപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി നഷ്ടവും ലാഭവും ഇല്ലാതെ മോളെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ 30 ലക്ഷം കുറച്ച് കൂടുതലാണ് അച്ഛാ. ഈ ലോണൊക്കെ പോയി ചെക്ക് ചെയ്ത് നല്ലതായിരിക്കുവേ. സൂര്യ പറഞ്ഞത് കേട്ടിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഉള്ളിലെ സംശയങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ആര് പറഞ്ഞു. ഫ്രീ ആകുമ്പോൾ ഞാൻ പോയി നോക്കിക്കൊണ്ട് മോളെ. ആര് പറഞ്ഞതിന് സമ്മതം മൂളിക്കൊണ്ട് സൂര്യ പറഞ്ഞു. ഇതേ സമയം റൂമിൽ കിടക്കുവാൻ ആരുവിനെ കാത്തു നിൽക്കുവാണ് മഹി. സമയം കടന്നു പോകുന്തോറും അവളെ കാണാതെ മഹി ആരുവിനെ തിരക്കി താഴേക്ക് ഇറങ്ങി. സൂര്യയുടെ ഒപ്പം ഫയലിൽ നിന്ന് നോക്കുന്ന ആരുവിനെ കണ്ടതും മഹിയുടെ മുഖം വീർത്തു. ആര്യവൻ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അവൾക്കരികിൽ സൂര്യ ഉള്ളത് കൊണ്ട് മഹി ഒന്ന് മടിച്ചു. സൂര്യ തന്നെ കണ്ടെന്ന് മനസ്സിലായതും ആദ്യം മഹിയൊന്ന് പതറിയെങ്കിലും പതർച്ച മറച്ചു വെച്ച് ടേബിളിൻ്റെ അരികിലേക്ക് നിറന്ന് ജഗ്ഗിലെ വെള്ളം വായിലേക്ക് കമഴ്ത്തുമ്പോൾ ഇടം കണ്ടിട്ട് ആരുവിനെ നോക്കി അവളുടെ ശ്രദ്ധ കയ്യിലുള്ള ഫയലിലാണെന്ന് കണ്ടതും മഹി ജഗ്ഗു ഊക്കിൽ ടേബിളിലേക്ക് വെച്ച് മുകളിലേക്ക് തന്നെ പോയി. മഹി വരുന്നതും പോകുന്നതൊക്കെ ആരും അറിയുന്നുണ്ടെങ്കിലും അവൾ മനഃപൂർവ്വം അങ്ങോട്ട് നോക്കാതെ ഫയലിൽ ശ്രദ്ധ കൊടുത്തിരുന്നു. എന്നാൽ മഹിയുടെ ഈ വകയുള്ള കാട്ടിക്കൂട്ടലുകളെല്ലാം സൂര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മോള് പോയി കിടന്നോ? മഹി ഒരു 3-4 തവണ കൂടെ ഇതുപോലെ വന്ന് വെള്ളം കുടിച്ച് തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആരുവിനെ നോക്കി മുഖം പൂർപ്പിച്ച് ചവിട്ടിത്തുള്ളി റൂമിലേക്ക് പോയതും സൂര്യ ആരുവിനോട് പറഞ്ഞു. ഞാനിത് കഴിഞ്ഞിട്ട് പൊക്കോളാച്ചാ. ആര് പോവാൻ ഒരുക്കില്ലാതെ പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. മതി മോളെ, മോള് റൂമിലേക്ക് പൊക്കോ. ഇല്ലേ ചിലപ്പോൾ ഈ കിണറ്റിൽ മുഴുവൻ വെള്ളം കുടിച്ചാലും എൻ്റെ മോൻ്റെ ദാഹം മാറില്ല. ഇനി 2 ഫയലല്ലേ ഉള്ളൂ. മഹി വീണ്ടും താഴേക്ക് വന്ന് പോയതും സൂര്യ ആരുവിനോടായി പറഞ്ഞു. ഇതൂടെ തീർത്തിട്ട് പോവാം. വേണ്ട, അതിന് ഞാൻ നോക്കിക്കൊള്ളാം. നിന്നെ ഇവിടെ പിടിച്ചു വെച്ചതിന് പകരം അവൻ ഭ്രാന്തെടുത്ത് എന്നെ ചിലപ്പോൾ ഇവിടുന്ന് എടുത്തെറിഞ്ഞെന്ന് വരും. എനിക്ക് ജീവനിൽ കൊതിയുണ്ട്, അതുകൊണ്ട് എൻ്റെ മോള് പോയിക്കോ. സൂര്യ പറഞ്ഞത് കേട്ട് ആര് ചിരിയോടെ കയ്യിലുള്ള നോക്കിക്കഴിഞ്ഞ ഫയല് മടക്കി ടേബിളിൽ വെച്ച് സൂര്യയോട് പറഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെയർ കയറി കുറച്ച് മുകളിലെത്തിയതും ചുറ്റും ഇരുട്ട് കണ്ട് ആരും ഒന്ന് അന്തിച്ചു. ഫോൺ റൂമിൽ വെച്ചത് കൊണ്ട് തന്നെ ഒന്ന് ഫ്ലാഷ് അടിക്കാൻ പോലും പറ്റാതെ ഇരുട്ടിൽ തപ്പി ആര് റൂം ലക്ഷ്യം വെച്ച് മുന്നോട്ടും നടന്നു. മഹിയേട്ടാ! പെട്ടെന്ന് ആരും ഒന്ന് വായിൽ ഉയർന്നതും തന്നെ ഉയർത്തി കരങ്ങളുടെ ഉടമയെ മനസ്സിലായതും ആരും മഹിയെ അള്ളിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്നെ താഴെ എടുത്ത് മഹിയേട്ടാ, ഞാൻ നടന്നോളാം. നീ ഇത്ര നേരമായിട്ട് എന്താ എൻ്റെ അടുത്തേക്ക് വരാഞ്ഞത്? മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്തല്ലേ നീ? ആര് പറഞ്ഞത് കേൾക്കാത്ത ഭാവത്തിൽ മഹി അവളോട് ചോദിച്ചു. ഞാൻ മഹിയേട്ടനെ അവോയ്ഡ് ചെയ്തതൊന്നും അല്ല. അച്ഛനെ കുറേ പെയിൻറ്റിങ് ഫയൽസ് നോക്കി തീർക്കാനുണ്ടായിരുന്നു, അതിന് സഹായിച്ചു കൊടുത്തതാണ്. അതൊക്കെ അയാൾ ചെയ്യില്ലേ, നീ എന്തിനാ സഹായിച്ചു കൊടുക്കാൻ പോകുന്നത്? ആര് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മഹി പറഞ്ഞു. മഹിയേട്ടാ, അത് അച്ഛനാണ്. അച്ഛനെയാണ് അയാളെന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ അങ്ങനെയൊന്നും വിളിക്കരുതെന്ന്? മഹിയെ നോക്കി കണ്ണുകെട്ടിക്കൊണ്ട് പറഞ്ഞുവെങ്കിലും മഹി അത് മൈൻഡ് ചെയ്യാതെ ആരുവിനെ റൂമിലെ ബെഡിലേക്ക് ഇരുത്തി. എൻ്റെ കാര്യം നോക്കിയിട്ട് ഈ വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി നീ. ഇനി ഇതുപോലെ രാത്രി കൊണ്ട് വരാതെ അവിടെ ഇരുന്നാ ഞാൻ തൂക്കിയെടുത്ത് കൊണ്ട് വരും. ആരുവിൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടന്ന് അവളുടെ വയലിലേക്ക് മുഖം പൊയ്ത്തി വെച്ച് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മഹി പറഞ്ഞു. താനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മഹി തന്നോട് മുഖം വീർപ്പിക്കുന്ന അറിയാവുന്ന ആരും ഒന്നും മിണ്ടാതിരുന്നു. നല്ല തലവേദന, ഞാൻ ഉറങ്ങോളം നീ എൻ്റെ തലയിലൊന്ന് മസാജ് ചെയ്താ? ആരുവിൻ്റെ കൈയെടുത്ത് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് മഹി പറഞ്ഞതും ആര് ചിരിയോടെ മഹിയുടെ തലയിൽ തലോടിയിരുന്നു. ആരുവിൻ്റെ വില്ലുകൾ തീർക്കുന്ന മാന്ത്രികതയിൽ മഹി കണ്ണടച്ച് കൂടുതൽ അവളുടെ വയറിലേക്ക് മുഖം പോയിട്ട് കിടന്നു. രാവിലെ ആരുവായിരുന്നു ആദ്യം ഉറക്കപ്പെട്ട് എണീറ്റത്. തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന മഹിയെ മാറ്റി കിടത്തി കുളിച്ചിട്ട് മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് ആര് ബാത്റൂമിൽ കയറി. കുളിച്ചു മാറ്റി ആര് താഴേക്ക് പോയി.
കിച്ചണിൽ ഇന്ദുവിനെയും സീതയെയും സഹായിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. മോള് പോയി മഹിക്കുട്ടിനെ വിളിച്ചിട്ട് വാ. ആരും ഒഴികെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നതും ഇന്ദു ആരുവിനോടായി പറഞ്ഞതും ആരും മഹിയെ വിളിക്കാനായി റൂമിലേക്ക് പോയതും മഹി കുളിക്കുകയാണെന്ന് കണ്ടതും ആര് താഴേക്ക് തന്നെ ഇറങ്ങി വന്നു. നിങ്ങൾ കഴിച്ചോളൂ, മഹിയേട്ടൻ കുളിക്കാണ്. ആര് കഴിക്കാതെ കാത്തിരിക്കുന്നവരോടായി പറഞ്ഞു. എന്നാ മോളിരിക്ക്. വേണ്ടമ്മേ, ഞാൻ മഹിയേട്ടൻ്റെ കൂടെ ഇരുന്നോളാം. ആ എങ്കിലും അങ്ങനെ മതി, ഇല്ലേ ചിലപ്പോൾ അവൻ അത് മതിയാകും. ഇന്നലത്തെ സംഭവം ഓർമ്മയിൽ വന്ന സൂര്യ ആര് പറഞ്ഞത് കേട്ട് ചിരിയോട് അതും പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും ആരും അവർക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുത്തും വിളമ്പി കൊടുത്തും അവിടെ തന്നെ നിന്നു. അവർ കഴിച്ചെഴുന്നേറ്റിട്ടും മഹി താഴേക്ക് വന്നില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും സൂര്യ ആരുവിനോട് തലേ ദിവസം ഓഫീസിൽ നിന്ന് കൊടുത്ത വിട്ട ഫയൽ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞതും ആര് വേഗം തന്നെ റൂമിലേക്ക് നടന്നു. ആര് സ്റ്റെയർ കയറുമ്പോഴാണ് അനഘ സ്റ്റെയറിന്റെ അടുത്തായി നിൽക്കുന്നത് ആര് കണ്ടത്. അവളുടെ മുഖത്ത് തെറിഞ്ഞിരിക്കുന്ന പുച്ഛഭാവം കണ്ട് ആരും അടിമുടി പിറഞ്ഞു കയറിയെങ്കിലും അവളുമായിട്ട് കൊമ്പ് കോർക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ആരവളെ കണ്ട ഭാവം നരക്കാതെ മുൻപോട്ട് നടന്നു. എന്നാൽ ആര് പോകുന്നത് നോക്കി നിന്ന അനഘയുടെ ചുണ്ടിൽ വിജയിച്ചിരി പിരിഞ്ഞു. ഒപ്പം ആരും എല്ലാവരുടെയും മുന്നിലും നാണം കെട്ട് നിൽക്കുന്നത് ആലോചിച്ച് അനഘയിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു. ആര് റൂമിലെത്തുമ്പോൾ മായി കുളിച്ചു വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മീശയും താടിയും ചീകി വൃത്തിയാക്കി വെക്കുകയായിരുന്നു. ആര് ധൃതിയിൽ വന്ന് ഡ്രോയിൽ നിന്നും ഒരു കീ എടുക്കുന്നതും ഷെൽഫ് തുറക്കുന്നതുമെല്ലാം മായി കണ്ണാടിക്കടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഷെൽഫിൽ താൻ വെച്ചെടുത്തായിരിക്കുന്ന ആ ഫയൽ ആര് വേഗം കയ്യിലെടുത്തു. മഹിയേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? വേഗം താഴേക്ക് വാ. ഫയലൊന്ന് മറച്ചു നോക്കി അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ആരും മഹിയെ നോക്കി പറഞ്ഞു. ഇത് ഇട്ടുതാ. ഷർട്ടിട്ട് ബട്ടണിട്ട് തരുവാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് മഹി ആരുവിനോടായി പറഞ്ഞു. എനിക്ക് സമയമല്ല മഹിയേട്ടാ, അച്ഛൻ താഴെ ഫയലിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരെ അവിടെ ഉണ്ടാകും. നെയ്യേ ഇത് ഇട്ട് തന്നിട്ട് പോയാൽ മതി. ആര് പറഞ്ഞത് കേട്ടതും മഹി അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു. മഹി തന്നെ ബട്ടണിട്ട് കൊടുക്കാതെ വിടില്ലെന്ന് ഉറപ്പായതും ആര് വേഗം ബട്ടണെല്ലാം ഇട്ടുകൊടുത്ത് പെരുവിരിൽ കുത്തിയുയർന്ന് മഹിയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. വേഗം താഴേക്ക് വാ. മഹിയുടെ മറു കവിളിൽ കൂടി ചുംബിച്ച് മഹി തന്നെ ചുംബിക്കുന്നതിന് മുമ്പായി അതും പറഞ്ഞ് ആര് വേഗം താഴേക്ക് ഓടി. ആര് ഫയലും കൊണ്ട് വരുന്നത് കണ്ടതും അനഘയൊന്ന് ഞെട്ടി. ആരും അനഘയെ മൈൻഡ് ചെയ്യാതെ നേരെ താഴേക്ക് പോയി ഫയൽ സൂര്യയെ ഏൽപ്പിച്ചതും സൂര്യ യാത്ര പറഞ്ഞ് പോയതും ആര് വേഗം ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് പോയി അവൾക്കും മഹിക്കും കഴിക്കാനുള്ളത് പ്ലേറ്റിലേക്ക് പകർന്നു. എന്നാൽ ആ ഫയൽ എങ്ങനെ അവൾക്ക് കിട്ടി? ഞാനത് അവളുടെ അടുത്ത് നിന്ന് എടുത്തു വെച്ചതായിരുന്നല്ലോ. ഛേ! ആരുവിനെ സൂര്യക്കും മറ്റുള്ളവർക്കും മുമ്പിൽ കുറ്റക്കാരിയും മോശക്കാരിയുമാക്കാൻ കിട്ടിയ അവസരം നഷ്ടമായ ഈർഷ്യയിൽ അനഘം മുരണ്ട് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് വലിഞ്ഞു മുറുകിയ മുഖവുമാ നിൽക്കുന്ന മഹിയാണ്. മേലിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്താ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും ഞാൻ, ഓർത്തോ. കത്തുന്ന കണ്ണോട് അനഘക്ക് നേരെ വിരൽ ചൂണ്ടി താക്കിയതോടെ മഹി പറഞ്ഞ് താഴേക്ക് പോയതും ആ ഫയൽ തിരികെ കൊണ്ടുവച്ചതും മഹിയാണെന്ന് അനഘക്ക് മനസ്സിലായിരുന്നു. അതോടെ മഹിയെ എങ്ങനെയെങ്കിലും തൻ്റെ പരിധിയിലാക്കി ആരുവിനെ അവിടുന്ന് ഓടിക്കാൻ ആശയം അനഘയിൽ നിറഞ്ഞു. അന്ന് മഹി മില്ലിൽ പോയത് കൊണ്ട് തന്നെ സന്ധ്യ കഴിഞ്ഞിരുന്നു കോവിലകത്തെത്തുമ്പോൾ ആരുവിനെ കാണാതെ വന്നതും ചുറ്റുമൊന്ന് കണ്ണോടിച്ച് മഹി റൂമിലേക്ക് പോയി. റൂമിലും ആരും ഇല്ലെന്ന് കണ്ട് മഹി വേഗം ഫ്രഷാകാൻ കയറി. മഹി ഫ്രഷായി ഇറങ്ങുമ്പോൾ ടേബിളിൽ ആവി പറക്കുന്ന കാപ്പി ഗ്ലാസ് കണ്ടതും ആരും മനഃപൂർവ്വം തൻ്റെ മുന്നിലേക്ക് വരാത്തതായിരിക്കുമെന്നൊക്കെ ആലോചിച്ച് മഹി മുഖം വീർപ്പിച്ച് ഷെൽഫിൽ നിന്ന് ഷർട്ട് എടുത്തിടാൻ ഒരുങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും മഹിയെ 2 കൈകൾ പുണർന്നത്. വീർത്തിരിക്കുന്ന മഹിയുടെ മുഖം ഒന്ന് അയഞ്ഞുവെങ്കിലും ആ സ്പർശനവും ഗന്ധവും ആരുവിൻ്റെതല്ലെന്ന് ഞൊടിയിടയിൽ മഹിക്ക് മനസ്സിലായതും കയ്യിലുള്ള ഷർട്ട് ബെഡിലേക്കിട്ട് തൻ്റെ വായിലൂടെ മുറുകിയ കൈകളെ ശക്തമായി കുടഞ്ഞെറിഞ്ഞ് തിരിഞ്ഞ മഹി കാണുന്നത് ആടിക്കുഴഞ്ഞു നിൽക്കുന്ന അനഘയാണ്. എന്താ അനഘ അത്? അനഘ തന്നെ വന്ന് കെട്ടിപ്പിടിച്ചതും ആടിക്കുഴഞ്ഞുള്ള നിൽപ്പും അവളുടെ വേഷമൊക്കെ കണ്ട് മഹി ദേഷ്യത്തിൽ ചോദിച്ചു. ബേബി, ഐ വാണ്ട് യു. മഹിയെ ചുംബിക്കാനായി അവൻ്റെ അടുത്തേക്ക് മുഖമടുപ്പിച്ച് വശ്യതയോട് അനഘ പറഞ്ഞതും മഹി ഒന്ന് പിന്നോട്ടാഞ്ഞ് അവളുടെ കവളിലിട്ട് ശക്തിയിലൊരു അടിവെച്ച് കൊടുത്തു. അത്രക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ വല്ല മുള്ളുമുറുകിലും പോയി കയറടി. വീഴാൻ പോയ അനഘയെ മുടിൽ കുത്തിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് മഹി ദേഷ്യത്തിൽ പറഞ്ഞു. ആരുവിനെ വന്നിട്ട് ഇത്രയും നേരമായിട്ട് കാണാൻ പറ്റാത്തതിൻ്റെയും അനഘയുടെ അടുത്തുനിന്നുള്ള ഈ തരത്തിലുള്ള പ്രവൃത്തിയെല്ലാം മഹിയുടെ സമനില ധരിച്ചിരുന്നു. ആ ദേഷ്യമെല്ലാം അവൻ അനഘയിൽ തീർത്തു. അയ്യോ മായിക്കുട്ട, എന്താ ഇത്? അവളെ വിട്. മായി സേലിലൂടെ അനഘയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവളുമായി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും ഇന്ദും മൈക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. മാറി നിന്നോളണം,
എന്നെ തോടയാൻ വന്നാൽ നിങ്ങൾക്കും കിട്ടും. മഹി ദേഷ്യത്തിൽ ഇന്ദുവിന് നേരെ ഒച്ച വെച്ചതും അവര് നിറകണ്ണോടെ മഹിയൊന്ന് നോക്കി. മഹിയുടെ നിന്ന് കിട്ടിയ അടിയുടെ വേദന കാരണം അനകക്ക് വാ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടെ വലിച്ചു കയറ്റിയ ഡ്രഗ്സ് കാരണം അവളുടെ അടി തെറ്റുന്നുണ്ടായിരുന്നു. ഇനി ഈ വീടിന്റെ പാടി ചവിട്ടി പോകരുത്, മനസ്സിലായോടി? അനകയെ വലിച്ചേച്ച് മുറ്റത്തേക്ക് ഇട്ടുകൊണ്ട് മഹി പറഞ്ഞു. ദേ, ഇനി ഇവളോടെ കാണരുത്. പിന്നെ നിങ്ങളുടെ ആംഗ്ലയോട് പറഞ്ഞേക്ക് മോളെ വേഗം കെട്ടിച്ചു വിടാൻ. ഇല്ലേ കണ്ടവന്മാരുടെ കൊച്ചിനെ വയറ്റിലിട്ട് നടക്കുന്ന മകളെ കാണേണ്ടി വരും. ഇന്ദുവിനോടായി മാഹി പറഞ്ഞ് ദേഷ്യത്തിൽ അവിടുന്ന് പോയി. മാഹിയുടെ പറച്ചിലും അനഘയുടെ ആടിക്കുഴഞ്ഞുകളും നിൽപ്പും ഏകദേശ കാര്യങ്ങൾ ഇന്ദുവിന് മനസ്സിലായിരുന്നു. അവർ അനഘയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി മുകളിലേക്ക് പോയി. അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കാറിൽ വെച്ച് അനഘയെയും കയറ്റിയിട്ട് ഡ്രൈവറോട് അവളെ വീട്ടിൽ കൊണ്ടുപോകാൻ ഏൽപ്പിച്ച് ഉള്ളിലേക്ക് പോയി. ആരുഷിയുടെ ബഹളം കേട്ട് വരുന്ന സീതയെ കണ്ട് മാഹി മുറുകിയ മുഖത്തോടെ ചോദിച്ചു. മോൾക്ക് വയ്യ, കിടക്കുകയാണ്. സീത പറഞ്ഞത് കേട്ടതും ഞൊടിയുടെ നേരെ കൊണ്ട് മഹിയുടെ മുഖഭാവം മാറി. വയ്യേ? അവൾക്ക് എന്ത് പറ്റി? വയ്യാതിരുന്നിട്ടെന്താ എന്നോട് പറയാത്തത്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ പറ്റിയത്? ആദ്യോടെ മഹി സീതയോട് ചോദിച്ചു. മോൾക്ക് പീരീഡ്സ് ആയി, അതിന് ചെറിയ വയ്യായിക, അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. മഹിയുടെ വെപ്രാളം കണ്ട് ചിരിയോടെ അതും പറഞ്ഞ് സീത ഉമ്രത്തേക്ക് നടന്നതും മഹി ആര് കിടക്കുന്ന റൂമിലേക്ക് പോയി. സ്റ്റോക്ക് റൂമിലേക്ക് ചേർന്നുള്ള റൂമിൽ കട്ടിലിൽ തിരിഞ്ഞു കിടക്കുന്നവളെ കണ്ടതും മഹി പതിയെ ശബ്ദമുണ്ടാക്കാതെ ഡോറ് ചാരി ആര്യവിനരികിലായി വന്ന് കിടന്നു. തനിക്ക് പുറന്തേച്ചിരിക്കുന്നവളുടെ ടോപ്പിനിടയിലൂടെ കൈയിട്ട് അവളുടെ വയറിൽ തലോടിയതും ഉറക്കത്തിലായിരുന്ന ആര് ഞെട്ടിത്തിരിഞ്ഞ്. ആള് നല്ല ഉറക്കത്തിലായത് കൊണ്ട് തന്നെ നേരത്തെ അവിടെ നടന്ന ബഹളൊന്നും കേട്ടില്ലായിരുന്നു.